പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തങ്ങയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇന്ന് ഞാനൊരു കിഡിലും താറാവ് കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കനും ബീഫൊക്കെ വെക്കണ പോലെ നമ്മൾ എപ്പോഴൊന്നും താറാവ് കറി ഉണ്ടാക്കാറില്ല അല്ലേ. വല്ലപ്പോഴൊക്കെയല്ലേ നമ്മൾ താറാവ് കറി ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഞാനും വല്ലപ്പോഴൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? വാ. അപ്പോൾ നമ്മൾ ഇതൊരു 1.5 കിലോ ബ്രോയിലർ താറാവാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് കഴുകി വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ഉളുമ്പ് ചൊവ്വയും ഉളുമ്പുമണമൊക്കെ പോകാനായിട്ട് നമ്മൾ ഉപ്പും വിനാഗിരി ഇട്ട് കഴുകുന്നത്. ഇത് ബ്രോയിലർ താറാവായതുകൊണ്ട് തന്നെ ഇതിന് സ്കിന്ന് കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നാടൻ താറാവാണെങ്കിൽ എല്ലായിരിക്കും കേട്ടോ കൂടുതൽ. ബ്രോയിലറിനെ അപേക്ഷിച്ചതിനകത്ത് മാംസം കുറവായിരിക്കും. പക്ഷേ ടേസ്റ്റ് നമ്മുടെ നാടൻ താറാവിനാണ് കേട്ടോ. പിന്നെ നാടൻ താറാവ് ഇറച്ചിയിൽ സ്കിന്ന് കൂടുതലായിരിക്കും. അപ്പോൾ ചിലവർക്കൊന്നും അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് അതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ അതിൻ്റെ നെകക്കെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വയ്ക്കാവേ. നാടൻ താറാവിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനധികം വേവ് വേണ്ട കേട്ടോ. ഒരു 3-4 വിസിൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മസാലയിലോട്ട് ഇട്ടിട്ട് പിന്നെ അടച്ചു വെച്ച് വേവിക്കുമല്ലോ. അപ്പോൾ ഒരു 3-4 വിസിൽ മതി. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കാവേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഉരുളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കുറച്ച് വാവട്ടമുള്ള പാത്രം എടുത്താലായിട്ട് നമുക്ക് ഇളക്കാൻ എളുപ്പം. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഒരു 3 സവാള ആണ് അരിഞ്ഞിട്ടേക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരു 15 അല്ലി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാവേ. ഇനി കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറാണ് വരെ നമ്മൾ വഴറ്റി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ താറാവിന് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 4 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ സവാള ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യേണ്ടത്. ഒരു തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തക്കാളി ആഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതാണ് കേട്ടോ ഈ കളറിലിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി കൂട്ടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. നമ്മുടെ സവാള വഴറ്റിയതിൻ്റെ എണ്ണ അതിനകത്തുള്ളതുകൊണ്ട് അതിനകത്ത് കിടന്ന് മൂത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ അങ്ങനെ എണ്ണയിലിട്ട് മൂപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവേ. പൊടി അധികം ഇട്ട് മൂപ്പിക്കരുത് കേട്ടോ, ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി താവ് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊരു 10 മിനിറ്റ് മൂടി വെക്കാവേ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ മൂടി വെക്കണത്. നമ്മൾ ആ താറാവ് വേവിച്ചപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട വന്നില്ല. എനിക്ക് ചിക്കനും ബീഫൊക്കെ കഴിച്ചാൽ സ്കിന്നിന് അലർജി വരുന്നതുകൊണ്ട് താറാവാണ് എൻ്റെ ഏക ആശ്രയം. അപ്പോൾ ഈ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം ഒന്നുകൂടെ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം വറ്റി ഒന്ന് കുറുകാനുണ്ട്. അപ്പോൾ നമുക്കതൊന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാവേ. കറി നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ 1/2 മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കൂടുതൽ പാൽ ആഡ് ചെയ്യാം. കൂടുതൽ പാൽ ആഡ് ചെയ്താൽ ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എരിവ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി കേട്ടോ എരിവിന് വേണ്ടി കൂടുതൽ ആഡ് ചെയ്യേണ്ടത്. താറാവിന് മുളക് പൊടിയേക്കാൾ കൂടുതൽ കുരുമുളക് പൊടിയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതേ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ. അപ്പോൾ ഇതേ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കപ്പയുടെ ഒപ്പം കഴിച്ച കറി. കപ്പയുടെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ.
അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു കോംബോയാണ് ഈ താറാവ് കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.